ഹലോ ഗൈസ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ജിയോഗ്രഫിയാണ്. ജിയോഗ്രഫി ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഓൺ ദ റൂഫ് ഓഫ് ദി വേൾഡ് എന്ന ചാപ്റ്ററാണ്. നല്ലൊരു രസകരമായ ചാപ്റ്ററാണ് അല്ലേ. നമ്മുടെ ഇന്ത്യക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കുന്ന ഒരു കുഞ്ഞു ചാപ്റ്ററാണിത്, ഓൺ ദ റൂഫ് ഓഫ് ദി വേൾഡ്. നമ്മുടെ ഇന്ത്യനെ ടോപ്പോഗ്രഫി ബേസ് ചെയ്ത്, ഭൂപ്രകൃതി ബേസ് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യനെ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആ 5 നമ്മൾ ഫസ്റ്റത്തെ പേജിൽ അവസാനം കൊടുത്തിരിക്കുന്നത്. First one, northern mountain region. Second, the North Indian plain. Third one, the peninsular plateau. Fourth one, Indian desert. Then fifth one, the coastal plains and islands. ഈ ഒരു 5 ഫാക്ട്സിനെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ നോർത്തേൺ മൗണ്ടൻ റീജിയനെ കുറിച്ചാണ്. അപ്പം നമുക്ക് എങ്ങോട്ട് പോകാം? നേരെ നമുക്ക് നോർത്തേൺ മൗണ്ടൻ റീജിയനിലേക്ക് പോകാം അല്ലേ. നോർത്തേൺ മൗണ്ടൻ റീജിയനിലേക്ക് നമ്മൾ പോകുന്നതിനെക്കാട്ടി മുമ്പ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. നമ്മളെ ഇന്ത്യനെ എന്താണ് വിളിക്കുന്നത്? പെനിൻസുലാർ റീജിയനാണ്. കാരണം എന്താണ്? നമ്മളെ ഇന്ത്യൻ്റെ 3 sides were covered with എന്താണ്? വാട്ടറാണ്. അതുകൊണ്ടാണ് പെനിൻസുല എന്നറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ നോർത്തേൺ റീജിയൻ, നമ്മളെ ഇന്ത്യയുടെ നോർത്തേൺ റീജിയനിലാണ് ഹിമാലയ, ഈസ്റ്റേൺ റീജിയനിലാണ് ബേ ഓഫ് ബംഗാൾ, വെസ്റ്റ് ഭാഗത്താണ് അറേബ്യൻ സീ, ദെൻ സൗത്ത് ഭാഗത്താണ് എന്ത്? ഇന്ത്യൻ ഓഷ്യൻ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മാപ്പിൽ നിന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ. പിന്നെ ഈ മാപ്പ് നോക്കിയിട്ടാണ് നമ്മളിനി എടുക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മളിനി പഠിക്കാം. പാമീർ നോട്ടും പിന്നെ നോർത്തേൺ മൗണ്ടൻ റീജിയൻ എവിടെ മുതൽ എവിടെയാണെന്നൊക്കെ കാണിക്കുന്നത് ഇവിടെയുണ്ട്. പിന്നെ ഇതിൽ സ്കെയിലൊക്കെ നോക്കിയിട്ട് വേണം നമുക്കിനി അടുത്തതിലേക്ക് ഇനി പോകാൻ. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ് അനുസരിച്ച് 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റിനും ഇടയിലാണ്. ലോഞ്ചിറ്റ്യൂഡ് അനുസരിച്ച് 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനും ഇടയിലാണ് നമ്മൾ ഇന്ത്യ ഉള്ളത്. ഇനി നമുക്ക് നേരെ നോർത്തേൺ മൗണ്ടൻ റീജിയനിലേക്ക് പോകാം. നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നോർത്ത് മുതൽ ഈസ്റ്റേൺ ബൗണ്ടറി വരെയാണ്. നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പാമീർ നോട്ട് മുതൽ പൂർവാചൽ വരെയാണ്. പാമീർ നോട്ട് എവിടെയാണെന്ന് വെച്ചാൽ നോർത്ത് ഭാഗത്താണ്. പിന്നെ പൂർവാചൽ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഭാഗത്തുമാണ്. പിന്നെ പാമീർ നോട്ടിനെയാണ് എന്തറിയപ്പെടുന്നത്? ദ റൂഫ് ഓഫ് ദി വേൾഡ്. റൂഫ് ഓഫ് ദി വേൾഡ് തന്നെയാണ് നമ്മളെ ചാപ്റ്ററിൻ്റെ പേരല്ലേ. ദ റൂഫ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പാമീർ നോട്ടാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ നോർത്ത് മൗണ്ടൻ റീജിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പാമീർ നോട്ട് ഇൻ ദി നോർത്ത് ടു പൂർവാചൽ ഇൻ ദി ഈസ്റ്റ്. പാമീർ നോട്ട് വാസ് ഓൾസോ നോൺ ആസ് ദി റൂഫ് ഓഫ് ദി വേൾഡ്. നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ഒക്കെ ഫോം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫോൾഡിങ് പ്രോസസ്സിലൂടെയാണ്. ഫോൾഡിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മടക്ക് ആയിട്ട് ബന്ധപ്പെട്ട, നമ്മൾ ഹിമാലയ എന്ന് പറഞ്ഞ ഒരു മടക്ക് പോലെയാണ് അല്ലേ ഹിമാലയയും. പിന്നെ ആൽപ്സും ആണ് എന്ത്? ഫോൾഡിങ് മൗണ്ടെയിൻ എന്ത് എക്സാമ്പിളായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏവറേജ് ഇലവേഷൻ എന്ന് പറഞ്ഞാൽ 2400 കിലോമീറ്റർ ടു 400 കിലോമീറ്ററാണ്. പിന്നെ വിഡ്ത്ത് 150 to 400 കിലോമീറ്ററാണ്. ഇനി റിവറിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ റിവർ ഇൻദസ് മുതൽ റിവർ ബ്രഹ്മപുത്ര വരെയാണ് എന്ത്? നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റീജിയൻ്റെ നീളം. പിന്നെ നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റീജിയനെ എന്ത് ചെയ്തിട്ടുണ്ട്? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ് ഹിമാലയ, സെക്കൻഡ് വൺ ഈസ് ഹിമാലയ, ദെൻ ഈസ്റ്റേൺ ഹിൽസ്. ഇനി നമുക്കിനി ട്രാൻസ് ഹിമാലയനും പിന്നെ ഈസ്റ്റേൺ ഹിൽസിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം നമുക്ക് ട്രാൻസ് ഹിമാലയക്ക് പോകാം കേട്ടോ. ഫിഗർ 1.2 നോക്കുമ്പോൾ നമുക്ക് ട്രാൻസ് ഹിമാലയക്ക് എക്സാമ്പിളാണ് എന്ത്? കാരക്കോറിയൻ റേഞ്ച് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഹിമാലയക്ക് എക്സാമ്പിൾ ഹിമാദ്രി ആണെന്നും പിന്നെ ഈസ്റ്റേൺ ഹിൽസിന് എക്സാമ്പിൾ നാഗ ഹിൽസ് ആണെന്നും നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അവിടെ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയനെ ബ്രൗൺ കളറായിട്ടും ഹിമാലയനെ പിങ്ക് കളറായിട്ടും വയലറ്റ് കളറായിട്ടും പൂർവാചലിനെ ഗ്രീൻ കളറായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നേരെ ട്രാൻസ് ഹിമാലയക്ക് പോവാം. നമ്മൾ ട്രാൻസ് ഹിമാലയനെ തന്നെയാണ് എന്ത്? ടിബറ്റൻ ഹിമാലയ എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ആവറേജ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ 3000 മീറ്ററാണ്. പിന്നെ വിഡ്ത്ത് 40 കിലോമീറ്ററും ലെങ്ത്ത് 965 കിലോമീറ്ററും. പിന്നെ ഈ ട്രാൻസ് ഹിമാലയയുടെ മേജർ പോർഷനാണ് ലഡാക്ക്, കാരക്കോറം, സസ്കർ. എന്തൊക്കെയാണ്? ട്രാൻസ് ഹിമാലയനെ ഓൾസോ നോൺ ആസ് ടിബറ്റൻ ഹിമാലയ. ആവറേജ് ഇലവേഷൻ 3000 മീറ്റർ, വിഡ്ത്ത് 40 കിലോമീറ്റർ, ലെങ്ത്ത് 965 കിലോമീറ്റർ. പിന്നെ ഇതിൻ്റെ മേജർ പോർഷൻസ് ആണ് എന്ത്? ലഡാക്ക്, കാരക്കോറം, സസ്കർ. ഓക്കെ, ഇനി നമുക്ക് നേരെ എങ്ങോട്ട് പോകാം? ഹിമാലയക്ക് പോകാം.
പിന്നെ നമ്മളെ കാരക്കോരൻ റേഞ്ചാണ് എന്ത് ഹിമാലയനെയും പാമീർ നോട്ടിനെയും കണക്ട് ചെയ്യുന്നത്.